നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല. നിന്റെ പ്രാർത്ഥന കൊണ്ടാ എല്ലാം നേരെയായത്. ആര് പറഞ്ഞു എന്റെ പ്രാർത്ഥന കൊണ്ടാന്ന്? ഒരിക്കലുമല്ല. ഏട്ടത്തെ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമാ ഇപ്പൊ അച്ഛന് ഞങ്ങളെ വിളിക്കാൻ തോന്നി. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. അച്ഛനെ നിന്നെ വിളിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും അർച്ചന മാഡത്തിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ അച്ഛൻ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. എന്റെ കാര്യത്തിലല്ല, ഇവളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. എന്റെ കൂടെ വന്നതുകൊണ്ടാണല്ലോ ഇവൾക്ക് സ്വന്തം ബന്ധുവെല്ലാം നഷ്ടപ്പെട്ടത്. അതിപ്പോ അർച്ചന മാഡം കാരണം തിരിച്ചു കിട്ടി. താങ്ക്സ്. വന്നു കയറുന്ന മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുമ്പോഴാ ആ വീടൊരു സ്വർഗമാവുന്നത്. സ്നേഹധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയ നിമിഷം മുതൽ അച്ഛൻ അനുഭവിച്ച വേദന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്നേഹ ഇതിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. നടക്കാനുള്ളത് നടന്നു. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. അതിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അച്ഛൻ സ്നേഹയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ നിന്നു. അല്ലാതെ ഇതിലെന്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ പറയാൻ ഈ ലോകത്തെ ഏട്ടത്തേക്ക് മാത്രമേ പറ്റൂ. ഇതുപോലൊരു ഏട്ടത്തിയമ്മയെ കിട്ടിയതാ എന്റെ ഭാഗ്യം. ഇനി ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടത് നിങ്ങളാ. എനിക്കറിയാം, എല്ലാവരുടെ മുൻപിൽ ഞാനിപ്പോ ഒരു വില്ലനാണ്. സാഹചര്യങ്ങൾ എന്നെ പല വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ധനുഷ് പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് തെളിയിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാ. അതിന് ധനുഷ് എനിക്കൊരു വാക്ക് തരണം. നെല്ലിശ്ശേരി വീടിനകത്തേക്ക് വരുന്ന ധനുഷ് ഇനി പഴയ ധനുഷ് ആയിരിക്കരുത്. സ്നേഹയുടെ ഭർത്താവായിട്ട് മാത്രമേ ധനുഷ് നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടാവൂ. എന്താ, സമ്മതമാണോ? ഞാൻ വാക്ക് തരുന്നു. സ്നേഹയുടെ ഭർത്താവായിട്ട് തന്നെയാ ഞാൻ നെല്ലിശ്ശേരിയിലോട്ട് വരുന്നത്. ആ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്റെ മരണം വരെ ഞാൻ കാണിക്കും. സ്നേഹ, ഇവിടുന്ന് അങ്ങോട്ട് നീ അറിയാത്തതൊന്നും എന്റെ ജീവിതത്തിലുണ്ടായിരിക്കില്ല. ഒരു പ്രതിസന്ധിയിലും നിന്നെ ഞാൻ കൈവിടില്ല. സത്യത്തിൽ നീ എന്റെ ജീവിതത്തിലോട്ട് വന്നതുകൊണ്ട് നിനക്കല്ല ഒരു ലൈഫ് കിട്ടിയത്, എനിക്കാ. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാ കുടുംബജീവിതം സന്തോഷമാവുന്നത്. എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, ഇറങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.